യുഎയിലെ 4 എമിറേറ്റുകളിൽ ഇന്ന് ഇറാന്റെ ആക്രമണമുണ്ടായി. അബുദാബിയിൽ മിസൈൽ പതിച്ച് ഒരു ഫലസ്തീൻ സ്വദേശി മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. പുലർച്ചെ ദുബായ് വിമാനത്താവളത്തിൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തം വിമാന സർവീസുകളെ ബാധിച്ചു. ഉമ്മുൽ ഖുവൈനിലും ഫുജൈറയിലും ഇന്ന് ഡ്രോൺ ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായി. ഷിനോജ് ഷംസുദ്ദീൻ ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. ഷിനോജ്, ആക്രമണം കടുക്കുമ്പോൾ അത് ആശങ്കയിലാക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ്. ഇന്നും ആക്രമണം ശക്തമായി, ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് സാഹചര്യം? എങ്ങനെയായിരുന്നു, എവിടേക്കായിരുന്നു ആക്രമണം ഉണ്ടായത്? ജീന, ഈ 17 ദിവസത്തിനിടെ ആദ്യമായിട്ടാണ് 4 എമിറേറ്റുകളിലും നാശനഷ്ടമുണ്ടാക്കുന്ന ഒരു ആക്രമണം നടക്കുന്നത്. അതായത് അബുദാബി, ദുബായ്, ഫുജൈറ, ഉമ്മുൽ ഖുവൈൻ എന്നീ 4 എമിറേറ്റുകളിൽ ഒരേ ദിവസം ആക്രമണം നടക്കുന്നു. ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നു, 3 പേർക്ക് പരിക്കേൽക്കുന്നു. ഇന്ന് 6 ബാലിസ്റ്റിക് മിസൈലുകളും 21 ഡ്രോണുകളുമാണ് UAE നേരിട്ടത്. അബുദാബിയിൽ മിസൈൽ ഒരു വാഹനത്തിന് മേലെ പതിച്ചാണ് അൽബഹിയ മേഖലയിൽ ഒരു ഫലസ്തീൻ സ്വദേശിക്ക് മരണം സംഭവിച്ചത്. 3 പേരുടെ പരിക്കും ഇതേപോലെ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ 145 പേർക്ക് ഇതുവരെ പരിക്കേറ്റിട്ടുണ്ട്. ദുബൈയിലെ വിമാനത്താവളം ആക്രമണമാണ് നമ്മൾ പ്രവാസികളെ ഏറെ ബാധിച്ചത്. കാരണം വിമാന സർവീസുകൾ മണിക്കൂറുകളോളം പൂർണ്ണമായി നിർത്തിവെക്കേണ്ടി വന്നു. മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ നിന്ന് വലിയ ഉയരത്തിൽ പുകയും തീയും ഉയരുന്നത് നമുക്ക് കാണാമായിരുന്നു. അവിടുത്തെ ഒരു എണ്ണ ടാങ്ക് കേന്ദ്രീകരിച്ചാണ് ഡ്രോൺ ആക്രമണം പുലർച്ചെ 3 മണിയോടുകൂടി നടന്നത്. ഇപ്പോഴും അത് പൂർണ്ണമായി അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇപ്പോൾ കൂളിംഗ് നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഇപ്പോഴും ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് എമിറേറ്റ്സിൻ്റെയും അതേപോലെ ഫ്ലൈ ദുബൈയുടെയും ചില വിമാനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. അതായത് ഹബ്ബ് വിമാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറന്നു പൊങ്ങാനും അതേപോലെ തന്നെ ഇറങ്ങാനും അനുമതി നൽകുന്നത് എന്നാണ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. മറ്റു വിമാനങ്ങളുടെ സർവീസ് ഇനിയും പുനരാരംഭിച്ചിട്ടില്ല. അടുത്ത മണിക്കൂറുകളിൽ അത് പുനരാരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു ആക്രമണം ഉണ്ടായത് ഉമ്മുൽ ഖുവൈനിലാണ്. ഉമ്മുൽ ഖുവൈനിൽ ഡ്രോൺ ആക്രമണത്തിൽ ഒരു കെട്ടിടത്തിന് നാശനഷ്ടമുണ്ടായി, തീപിടുത്തമുണ്ടായി എന്ന് ഉമ്മുൽ ഖുവൈൻ ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുജൈറയിൽ ഓയിൽ ഇൻഡസ്ട്രീസ് മേഖലയിൽ വീണ്ടും ആക്രമണം ഉണ്ടായി. ഇപ്പോൾ 4ാം തവണയാണ് അവിടെ ആക്രമണം ഉണ്ടാകുന്നത്. അവിടെയും വലിയ തീപിടുത്തമുണ്ടായി. തീ നിയന്ത്രണ വിധേയമാണ് എന്ന് ഫുജൈറ മീഡിയ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. അവിടെ ആർക്കും പരിക്ക് ഏറ്റിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ന് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മൊത്തം മരണസംഖ്യ UAEയിൽ 7 ഉയർന്നിട്ടുണ്ട്. ഇതിൽ 2 പേർ സൈനികരാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട UAE സ്വദേശികൾ എന്നുള്ളത് സൈനികരാണ് എന്ന് ഇന്ന് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജിന.